നമ്മുടെ അഞ്ചിന്റെ കല്യാണം അത് എനിക്കുള്ള സർപ്രൈസ് ആയിരിക്കില്ല. പക്ഷെ ആ ഒരു എന്താ പറയാ ഒരു ശൂന്യത ശരിക്കും ഉണ്ടാവും. സൈഡിൽ നിന്ന് കയറി തുടങ്ങിയെന്ന് തോന്നുന്നു. ഹലോ ഗൈസ്, അപ്പൊ ഗൈസ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വലിയൊരു വിശേഷ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ ഓരോ വീഡിയോസിൽ ഇങ്ങനെ പറയുന്നത് അഞ്ചിന്റെ കല്യാണം ആവാനായി, അഞ്ചിന്റെ കല്യാണം ആവാനായി. അഞ്ചിന്റെ കല്യാണത്തിന്റെ തിരക്കുകളാണ്, അതിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ. അങ്ങനെ നമ്മൾ ആ ഓട്ടം ഈ അടുത്ത് തന്നെ നിർത്തുന്നതാണ്. കല്യാണം ആവാനായി ഗൈസ്. അതിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുകയാണ്, കുറച്ച് മുന്നേ ഫിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ ഒരു സമയം ആവുമ്പോ പറയാന്ന് വിചാരിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു. ഇനി ഇവിടുന്ന് കൂടി പറയുകയാണെങ്കിൽ വളരെ കുറഞ്ഞ വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അഞ്ചിന്റെ കല്യാണത്തിന് വേണ്ടിയിട്ട്. അപ്പൊ കല്യാണം എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മാസം 28-നാണ്. അതായത് ഇനി എവിടെ നിന്ന് അങ്ങോട്ട് വെറും 3 ആഴ്ച മാത്രമേ ഉള്ളൂ കല്യാണത്തിന്. ഒക്ടോബർ, ശരിക്കും പറഞ്ഞാല് ഒക്ടോബർ 28-നാണ് അഞ്ചിന്റെ മാരേജ് വരുന്നത്. ഞങ്ങളൊക്കെ കല്യാണം ഇപ്പോഴൊന്നും കഴിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ഒക്ടോബർ കല്യാണം അല്ല, സംഭവം പറയുമ്പോ നമ്മുടെ കൂട്ടത്തില് ഏറ്റവും ലാസ്റ്റ് കമ്മിറ്റഡ് ആയ ആളും ഏറ്റവും ആദ്യം കല്യാണം കഴിക്കാൻ പോകുന്ന ആളുമാണ് അഞ്ചി. പൊതുവെ എല്ലാ ഒരു ഗ്രൂപ്പിലുള്ള ഒരു സംഭവം. അതുവരെ എല്ലാരും പറയും ഇപ്പൊ ഒന്നും കല്യാണം കഴിക്കില്ല, അല്ലെങ്കിൽ കല്യാണം നോക്കില്ല, എനിക്കിപ്പോ കല്യാണം വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്നൊരു സുപ്രഭാതമാണ് കല്യാണമാണ് കേട്ടോ വരണം എന്ന് പറഞ്ഞ് വിളിക്കാം. എന്റെ ഫ്രണ്ട്സിലും ഉണ്ട് അതേപോലെ തന്നെ. ഈ ഇപ്പോഴൊന്നും കല്യാണം കഴിക്കില്ല, കല്യാണം ഒന്നും നോക്കുന്ന പോലെ ഉണ്ടാവില്ല, പക്ഷെ ഓരായിരിക്കും ആദ്യം കല്യാണം കഴിക്കുക. ഈ ഒരു ഗ്യാങ്ങിലാണ് കേട്ടോ ഞാൻ തുടക്കത്തിൽ കല്യാണം കഴിക്കുന്നത്. അതല്ലാണ്ട് സ്കൂൾ ഫ്രണ്ട്സ്, കോളേജിലുള്ളവരൊക്കെ കല്യാണം കഴിച്ചു പോയി, കുഞ്ഞു മക്കളൊക്കെ ആയിട്ടുണ്ട്. ഇനി അവരെയൊക്കെ കൂട്ടിയിട്ട് ഒരു കല്യാണത്തിന് വരും. ഞാനിപ്പോ കല്യാണമൊക്കെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ക്ഷണിച്ചോണ്ടിരിക്കുകയാണ്. നമ്മള് ഒരുപാട് പണികൾ എന്ന് പറഞ്ഞാല് എന്താ പറയാ, അത്രയും പണികളുണ്ട്. നമ്മളെ ഏറ്റവും അടുത്ത ആൾക്കാരെ കല്യാണം കഴിക്കുമ്പോ ശരിക്കും എന്താ ഫീൽ എന്നുള്ള ഞങ്ങൾ എൻജോയ് ചെയ്തോണ്ടിരിക്കുകയാണ്. കല്യാണമാണല്ലോ, അപ്പൊ നമുക്ക് ഈ അഞ്ചിന്റെ ഫാമിലി എന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് ഞങ്ങളെ ഫാമിലിയാണ്, ശ്രീന്റെ ഫാമിലി എന്ന് പറഞ്ഞാലും ഞങ്ങളെ ഫാമിലിയാണ്, ഇവളെ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നമുക്ക് നമ്മുടെ ഇടയിൽ ഒരു കല്യാണം വരുന്ന സമയത്ത് എല്ലാത്തിന്റെ റെസ്പോൺസിബിലിറ്റി നമ്മളെ തലയിലുണ്ടാവും. അപ്പൊ ഫാമിലിന്റെ സൈഡിൽ നിന്നുള്ള കാര്യങ്ങൾ ഓര് ചെയ്തോണ്ടിരിക്കുക, ഞങ്ങളുടെ സൈഡിൽ നിന്നുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തോണ്ടിരിക്കുകയാണ്. ഇപ്പൊ അഞ്ചിന്റെ കല്യാണ ഡ്രസ്സ്, ഞങ്ങളെ കല്യാണ ഡ്രസ്സ്, പിന്നെ അതേപോലെ റിസപ്ഷന്റെ ഡ്രസ്സ്, ഇതൊക്കെ ഡിസൈൻ ചെയ്യാനുണ്ട്. അതിന്റെ കൂടെ സേവ് ദ ഡേറ്റ് ഉണ്ട്. സേവ് ദ ഡേറ്റിന് 2 ഔട്ട്ഫിറ്റിൽ ചെയ്യണം എന്നാണ് എനിക്ക് ആഗ്രഹം. അപ്പൊ അതുണ്ട്. പിന്നെ അതല്ലാതെ ഹൽദി ഉണ്ട്, പിന്നെ ദക്ഷിണ കൊടുക്കുന്ന ചടങ്ങ്, മെഹന്തി ഉണ്ട്, അങ്ങനെ 100,000 കാര്യങ്ങളുണ്ട്. ബ്രൈറ്റ് ടു ബി ഉണ്ട്. ഹൽദി ഒക്കെ എന്താന്ന് വെച്ചാൽ കുറച്ച് ഗ്രാൻഡ് ആയിട്ട് ചെയ്യണം. അഞ്ചിന് ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് രീതിയിൽ ചെയ്യണം എന്നാണ് നമ്മൾ അടിച്ചു പൊളിക്കണം. ആ ഒരു ഇതാണ് ഞങ്ങൾ ആലോചിച്ച് വെച്ചിരിക്കുന്നത്. അധികം കൊണ്ട് അഞ്ചിക്ക് അറിയില്ല. അതെ, എന്നോട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഈ ഹൽദിന്റെ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ ഞാൻ ഇല്ലാതെ ഡ്രസ്സ് എടുക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയുള്ളൂ. അപ്പൊ ഹൽദി എങ്ങനെയായിരിക്കും എന്നുള്ളത് അഞ്ചിക്ക് ഒരു സർപ്രൈസ് ആയിരിക്കും. ഞങ്ങൾക്ക് അടിപൊളി ആക്കാം. ഹൽദി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മെഹന്തി ഉണ്ട്. അതിനുശേഷം പിന്നെ അടുത്ത ദിവസമാണ് കല്യാണം വരുന്നത് അല്ലേ? അതിന്റെ അടുത്ത ദിവസം എന്ന് വെച്ചാല് ഒരു ദിവസം നമ്മൾ ഒരു ഗ്യാപ്പ് ഇട്ടതാണ്. കാരണം നമുക്ക് ക്ഷീണവും കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ കല്യാണത്തിന് ഇവിടെ മുതൽ ഇട്ട് തുടങ്ങാം. അപ്പൊ അതിന് ചോത്ത് വരണം എന്നുണ്ടെങ്കിൽ സമയം എടുക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ കല്യാണത്തിന്റെ തലേന്ന് ഇടാതെ അതിന്റെയും തലേന്ന് ഇട്ട്, എന്നിട്ട് പിന്നെ അതിന്റെ പിറ്റേ ദിവസം നമുക്ക് ഈ ദക്ഷിണ കൊടുക്കുക, അമ്പലം, അങ്ങനത്തെ ഒക്കെ ചടങ്ങുണ്ട്. അത് കഴിഞ്ഞ് 28-ാം തീയതി തിങ്കളാഴ്ചയാണ് കല്യാണം വരുന്നത്. അത് കല്യാണം കഴിഞ്ഞിട്ട് നേരെ അഞ്ചി കണ്ണൂരിലേക്ക് പോകും. അതിന്റെ പിന്നാലെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് 29-ാം തീയതി കണ്ണൂരിൽ വെച്ചിട്ടാണ് റിസപ്ഷൻ വരുന്നത്. ഇത്രയും ഫംഗ്ഷന് നമുക്ക് ഒരുപാട് പ്രിപ്പറേഷൻ വരുന്നുണ്ട്. ഇതിനൊക്കെ നമുക്ക് ഡ്രസ്സ് ഡിസൈൻ ചെയ്യാണ്ട് നമ്മൾ ആഗ്രഹിച്ച പോലെ. കല്യാണം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഇന്നത് വേണം എന്നൊക്കെ അഞ്ചിക്ക് ഒരു കോൺസെപ്റ്റ് ഉണ്ടാവല്ലോ. അപ്പൊ അതേ രീതിയിൽ തന്നെ നമുക്ക് ഡ്രസ്സ് ഡിസൈൻ ചെയ്യിപ്പിക്കാനുണ്ട്. പിന്നെ അഞ്ചിക്ക് ഇവിടുന്ന് കണ്ണൂരിലേക്ക് പോകുമ്പോഴുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അവിടെ നിൽക്കാനൊക്കെ ഉള്ളതല്ലേ. അത് പോവാന്നുള്ളത് സത്യം പറഞ്ഞാൽ അത് ശരിക്കും അഞ്ച് പോകുന്നൊന്നും ഇല്ല കേട്ടോ. അത് ഇവിടെ തന്നെ ഉണ്ടാവും. അത് നമ്മള് ആ ഒരു കല്യാണം കഴിഞ്ഞ് നിങ്ങൾ പോവോന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കമന്റ് ഒക്കെ വരുന്നുണ്ട്. ഇവിടുന്ന് എങ്ങോട്ടും പോവില്ല, അഞ്ച് ഇവിടെ തന്നെ ഉണ്ടാവും. പഴയ പോലെ തന്നെ ഉണ്ടാവും കേട്ടോ. അതിനൊന്നും യാതൊരു മാറ്റവും ഇല്ല. ഒരു വീഡിയോ പോലും ഞാൻ ഇല്ലാത്ത നിങ്ങൾക്ക് കാണേണ്ടി വരില്ല. എന്തായാലും അഞ്ച് ഇവിടെ തന്നെ ഉണ്ടാവും. അത് ഞാൻ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഷൂട്ടിനായിട്ട് ഇങ്ങോട്ട് വരും. പിന്നെ ഞങ്ങളെ കൂടെ
നിക്കാൻ വരും. അതെ, അപ്പൊ അങ്ങനെയായിട്ട് ഞാൻ അങ്ങനെ ബാലൻസ്ഡ് ആയിട്ട് അങ്ങനെ പോകും ഗൈസ്. ഞങ്ങൾ അങ്ങോട്ടേക്കും പോകും. അതെ, അങ്ങനെ ഇവര് അങ്ങോട്ട് വരും, ഞാൻ ഇങ്ങോട്ട് വരും, അങ്ങനത്തെ ഒക്കെ ഒരു അറേഞ്ച്മെന്റ്സിലാണ് ഇപ്പൊ പോണത്. അപ്പൊ കല്യാണം കഴിഞ്ഞാലും 5 ചാനലിന് പോവില്ല, കണ്ണൂരും കോഴിക്കോടായിട്ട് ഇങ്ങനെ മാറി മാറി കളിക്കും. നമ്മുടെ കൂടെയൊക്കെ തന്നെ ഉണ്ടാവും ഞങ്ങളും. അപ്പൊ ഞങ്ങള് പ്രിപ്പറേഷൻസ് എന്ന് പറഞ്ഞാല് ഇപ്പൊ ഈ എന്താ പറയാ ഡ്രസ്സ്, പിന്നെ ഓർണമെന്റ്സ്, മെയിൻ ആയിട്ട് ഇവിടെ ജ്വല്ലറി സാധനങ്ങളൊക്കെ ഇവക്കൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഈ ഒരു രീതിയിൽ ഇന്ന കളറിൽ തന്നെ ആ ഒരു ഗോൾഡ് കിട്ടണം. ഞങ്ങൾക്ക് 3 പേർക്കും ആ ഒരു ആന്റിക് ഗോൾഡ് ആണ് ഇഷ്ടം. അപ്പൊ ആ ഒരു ടൈപ്പ് തന്നെ ഗോൾഡ് വരണം, ഇന്ന രീതിയിൽ വരണം എന്നൊക്കെ കൃത്യമായിട്ട് ഇവക്ക് അതിനെ പറ്റി കോൺസെപ്റ്റ് ഉണ്ട്. പിന്നെ കല്യാണത്തിന്റെ സ്ഥലമൊക്കെ ഓൾറെഡി ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് മെയിൻ ആയിട്ട് കല്യാണത്തിന് വേണ്ടിയിട്ട് കല്യാണത്തിന് ഇൻവിറ്റേഷൻ കാർഡ് സെറ്റ് ചെയ്യാനുണ്ട്, പിന്നെ ജ്വല്ലറീസ് എടുക്കാനുണ്ട്, കല്യാണത്തിന് ഇവക്കുള്ള സാരി എടുക്കാനുണ്ട്, ഞങ്ങൾക്കുള്ള സാരി എടുക്കാനുണ്ട്, പിന്നെ ഹൽദി വരുന്നുണ്ട്, ഹൽദിന്റെ സ്ഥലം ഫിക്സ് ചെയ്യാനുണ്ട്, അതിന്റെ ഡെക്കറേഷൻ ടീമിനെ ഫിക്സ് ചെയ്യാനുണ്ട്, വീഡിയോഗ്രാഫി ഉണ്ട്, ഫോട്ടോഗ്രാഫി ഉണ്ട്, പിന്നെ അതിന്റെ ഫുഡിന്റെ എങ്ങനെയെങ്കിലും ഫിക്സ് ചെയ്യണം. ഹൽദിക്ക് നല്ല വെറൈറ്റി ആയിട്ട് ആ ഒരു രീതിയിലൊക്കെ ഓരോന്നിനും ഓരോ തീമാണ്. അപ്പൊ ആ ഒരു രീതിയിൽ എല്ലാം ഫിക്സ് ചെയ്യാനുണ്ട്, പിന്നെ മെഹന്തി വരാനുണ്ട്. പിന്നെ നമ്മൾ ബോയ്സിന്റെ ഇതിൽ കൂട്ടിയിട്ടേ ഇല്ല. അതാ ഞാൻ പറയാൻ വന്നത്, ഇവര് ഡ്രസ് എടുക്കാണ്ട് പറയുന്ന സമയത്ത് ബോയ്സിന് ഒരു പ്രാധാന്യം ഇല്ല. അവർക്ക് ഇതൊക്കെ എടുത്ത് കഴിഞ്ഞ് ലാസ്റ്റ് ആ ഒരു 10 ദിവസത്തിലായിരിക്കും വെറുതെ ഇത് മൊത്തം എടുക്കാൻ പോകുന്നത്. ഹൽദീൻ്റെതാണെങ്കിലും മെഹന്ദീൻ്റെതാണെങ്കിലും കല്യാണത്തിന്റെ ആണെങ്കിലും റിസപ്ഷന് വരുന്നതാണെങ്കിലും ഒക്കെ ഓർക്കും എടുക്കാനുണ്ട് കേട്ടോ. ഇത്രയും തിരക്കുകളുടെ ഒരു ജഗ പുകയാണ്, കാരണം അത്രയും പരിപാടികളുണ്ട്. ഓരോന്നിന്റെ മാനേജ്മെന്റ്, ഇവന്റ് മാനേജ്മെന്റ് ടീമിനെ തന്നെ ഏൽപ്പിക്കാനുണ്ട്. അതിനൊക്കെ ഓരോന്നും ആദ്യത്തെ കല്യാണമാണ് വരുന്നത്. അതിന്റേതായിട്ടുള്ള എക്സൈറ്റ്മെന്റും അതിന്റെ എന്തൊക്കെ എവിടൊക്കെ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടു പോകരുത്, എല്ലാം നല്ല രീതിയിൽ ആവണം എന്ന് ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്. അപ്പൊ ഇത്രയും പണികൾ ഫാമിലി നമ്മൾ എല്ലാരും കൂടെ ഓടി നടന്ന് ഇപ്പൊ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും പോരാഞ്ഞിട്ട് ഇവരെ ഡാൻസ് ഉണ്ട് ഗൈസ്. ഇതിനൊക്കെ പുറത്ത് അത് ഇതുവരെ നമ്മൾ ഫിക്സ് ചെയ്തിട്ടില്ല, ഒന്നും ഫിക്സ് ചെയ്തില്ല. അതിൽ ചെറിയ സർപ്രൈസ് ഉണ്ട്, അത് പിന്നെ പറയാം, ഞാൻ ഇപ്പൊ പറയണില്ല. അത് എനിക്കുള്ള സർപ്രൈസ് ആയിരിക്കില്ല, എല്ലാവർക്കും സർപ്രൈസ് ആയിരിക്കും അല്ലേ? അയ്യോ സല്ലു ജുനു ഡാൻസ് കളിക്കാൻ പോകുന്നത് ഞാനത് എക്സ്പെക്ട് ചെയ്തു. സല്ലു ഈ എന്നോട് പറഞ്ഞെന്താ വെച്ചാല് കല്യാണത്തിന് ഈ ഡാൻസ് കളിക്കും. ഇവൻ കൊറേ മുന്നേ പറയുന്നുണ്ട്. എൻഗേജ്മെന്റ് ഡാൻസ് എന്ന് പറഞ്ഞപ്പോ അഞ്ജു ഞാൻ കല്യാണത്തിന് കളിച്ചിരിക്കും എന്തിനാ പറഞ്ഞത് പറഞ്ഞു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അഞ്ച് പറഞ്ഞ് ഓക്കെ എൻഗേജ്മെന്റ് ഡാൻസ് കളിക്കാൻ എനിക്ക് മടിയാണ്, നിങ്ങൾ കളിച്ചോ, എല്ലാരും ഉള്ളതല്ല ചെയ്യുന്നില്ല, ഓക്കെ നാണാവുന്നൊക്കെ പറഞ്ഞു. അപ്പൊ കാക്ക പറഞ്ഞ് അഞ്ജു അന്റെ എൻഗേജ്മെന്റ് ആയിട്ട് ഈ ഡാൻസ് കളിക്കുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെയാ അന്റെ കല്യാണത്തിന് ഞാൻ വരെ ഡാൻസ് കളിക്കുന്നു പറഞ്ഞതാണ്. ഇനി ഇതിന്റെ മുന്നേ ഇവൻ പറയലുണ്ട്. അതായത് ഇവനോട് ഞാൻ പറയും സല്ലു ഈ സ്റ്റെപ്പ് ഒന്ന് കാണിക്കും, ഇല്ല ഞാൻ കാണിക്കില്ല. അതായത് അങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. ഞാൻ വെറുതെ ഇവനെ അളക്കാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. പക്ഷെ ഇവൻ പറയും കല്യാണത്തിന് കളിക്കുന്നത്. അത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് സല്ലു. കല്യാണത്തിന് അതെ എന്നെ ഞാൻ കല്യാണ പെണ്ണാണ്, ഞാൻ സന്തോഷിക്കാൻ വേണ്ടത്. അപ്പൊ ഈ ആ സന്തോഷം എനിക്ക് തരണം. ഈ ചെയ്യണമെന്നാണ്. അതെ, ഇനി ഇവിടെ അങ്ങോട്ടുള്ള ദിവസം ഇതാണ് ഗൈസ്. ഇനി വരുന്ന 3 ആഴ്ച എന്ന് പറയുന്നത് ഞാനിവിടെ ഇവർ ഓരോരുത്തരായിട്ട് അമ്മാനെ അടിക്കുന്നു. കുറച്ച് കഴിഞ്ഞ് ആ ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഈ ഓട്ടം തിരക്കൊക്കെ മിസ് ചെയ്യുക. എങ്ങനെങ്കിലും ഇത് നല്ല രീതിയിൽ കഴിഞ്ഞാൽ മതി എന്നുള്ള ആ ഒരൊറ്റ ആഗ്രഹം ഞങ്ങൾക്കുള്ളൂ. അപ്പൊ അതിന് നിങ്ങളുടെ അനുഗ്രഹവും പ്രാർത്ഥനയും ഞങ്ങളുടെ കൂടെ വേണം കേട്ടോ. എൻഗേജ്മെന്റിന്റെ ആ ഒരു പ്രിപ്പറേഷൻസും സാധനങ്ങളൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു ഒരു സന്തോഷം ഉണ്ടായിരുന്നു. കാരണം കല്യാണം വരാനുണ്ട്, അതിന്റെ പ്രിപ്പറേഷൻസ് സാധനങ്ങളും ഒക്കെ ഇങ്ങനെ ഞങ്ങൾക്ക് ഇങ്ങനെ എല്ലാം ചെയ്ത് ഇങ്ങനെ ഓടി നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതാ എൻഗേജ്മെന്റ് കഴിയുന്ന സമയത്ത് 3 മാസത്തിന്റെ അടുത്തുണ്ടായിരുന്നു കേട്ടോ കല്യാണത്തിന്. ഇപ്പൊ കണ്ണടച്ച് തുറന്ന മാതിരിയാണ്. ഇപ്പൊ 3 ആഴ്ച മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് ദിവസങ്ങൾ പോയി. ഞങ്ങൾ വിചാരിച്ച് കുറച്ച് സമയം ഉണ്ടല്ലോ, നമുക്ക് ടൈം എടുത്തിട്ട് ഓരോന്നും ചെയ്യാം, ടൈം എടുത്തിട്ട് ആലോചിച്ചൊക്കെ ചെയ്യാന്ന് വിചാരിച്ചു. പക്ഷെ സമയം ഇത്ര പെട്ടെന്നാലേ പോയത്, ഭയങ്കര വേഗം സമയം പോയി. പക്ഷെ ഞങ്ങൾ ആ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് കുറച്ച് ഇവിടെ എൻഗേജ്മെന്റ് വന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഒന്ന് ഇരുന്ന് തുടങ്ങി. അപ്പോഴേക്കും ഞങ്ങൾ അടുത്ത ഓരോരോ തിരക്കായി. പിന്നെ എല്ലാവർക്കും അസുഖങ്ങളായി. ആ ഒരു അസുഖങ്ങളൊക്കെ ഒന്ന് മാറി വന്നപ്പോഴത്തേക്കും പിന്നെ കല്യാണത്തിന്റെ പ്രിപ്പറേഷൻ. അതെ, ഒക്കെ കണ്ണടച്ച് തുറക്കുന്ന സമയം കൊണ്ട് എല്ലാം പെട്ടെന്നായിരുന്നു. എന്നാലും ഗൈസ് ഇതൊക്കെ കഴിഞ്ഞ് 28-ാം തീയതി അഞ്ചി പോകും. അത് 28-ാം തീയതി ഞാൻ പോയിട്ട് 29-ാം തീയതി റിസപ്ഷൻ, 30-ാം തീയതി കണ്ടോ. ഇതാണ് എനിക്കൊന്ന് റെസ്റ്റ് എടുക്കാനുള്ള ഒരു ഗ്യാപ്പില്ല. അറിയോ, ഒരു മാസം കഴിഞ്ഞിട്ട് ഞാൻ അഞ്ചിന് കൊണ്ടുവരുള്ളൂ. അത് ഇവരെ ചൂടാക്കാൻ വേണ്ടിട്ട്. അതായത് ഇവര് എല്ലാരും പറയും എടാ പോയാ സല്ലൊക്കെ ഇങ്ങനെ ചോദിക്കാൻ എടാ പോയാ ഇപ്പൊ തന്നെ വരില്ലേ ഇല്ല. അത് ഇവളെയും കൂടി ഇങ്ങനെ കളിയാക്കുന്നതാണ്. ഇപ്പൊ ഒന്നും വരില്ല, 1 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ കാണുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാക്കും. അപ്പൊ ഇപ്പൊ 2 പേരും കൂടി കച്ചറ ഉണ്ടാക്കും. അവനെ കാണാൻ ചെയ്യുന്നത്
നിൽക്കൂല, കുറച്ച് നിന്നിട്ട് ഇങ്ങോട്ട് വരും, എന്നിട്ട് അങ്ങോട്ട് പോവാ, അങ്ങനെ പിന്നെ സംഭവം എന്താന്ന് വെച്ചാല് കല്യാണം കഴിഞ്ഞാല് ഇതിപ്പം അതിന് മുന്നേ എങ്ങനെയാണെന്നറിയോ, ഇവളിവിടെ അടുത്തുണ്ട് എന്ന് വെച്ചാൽ ഫുൾ ടൈം ഞങ്ങൾ ഒരുമിച്ച്. ഇപ്പം ഈ പ്രിപ്പറേഷൻസും കാര്യങ്ങളും എല്ലാം കൂടെ ഉള്ളതുകൊണ്ട് രാത്രി നട്ടപ്പാത വരെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചായിരിക്കും. ദിവസമാണെന്നുണ്ടെങ്കിലും ഷൂട്ടുള്ള ദിവസമാണെന്നുണ്ടെങ്കിലും ഷൂട്ട് ഇല്ലാത്ത ദിവസമാണെന്നുണ്ടെങ്കിലും എന്തിനാണെങ്കിലും ഞങ്ങൾ ഒരുമിച്ചാണ് ഉണ്ടാവില്ല. അതെ, ഞങ്ങൾ എപ്പോഴും ഒന്നിച്ചിങ്ങനെ നടക്കുന്നോണ്ട് തന്നെ പെട്ടെന്ന് ഞാൻ ഒരു ദിവസം അവിടെ നിന്ന് അങ്ങോട്ട് മാറുന്ന സമയത്ത് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് വരും, എനിക്കും ഉണ്ടാവും. ഞാനിപ്പോ ആലോചിക്കുന്നില്ല എനിക്ക് എങ്ങനെയായിരിക്കും എന്നുള്ള എനിക്ക് വലിയ ഐഡിയ ഇല്ല. ഞാൻ പറഞ്ഞു തുടങ്ങുന്ന സമയത്തൊക്കെ എല്ലാരെ കണ്ണൊക്കെ ഇങ്ങനെ മറ്റേ എന്താ പറയാ, എന്നിട്ട് അവർ ലൈറ്റ് അടിച്ചിട്ട് തിളങ്ങാന്ന് കേട്ടോ, അങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. പക്ഷെ ആ ഒരു എന്താ പറയാ ഒരു ശൂന്യത ശരിക്കും ഉണ്ടാവും, സൈഡിൽ നിന്നൊക്കെ കയറി തുടങ്ങിയെന്ന് തോന്നുന്നു. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഞങ്ങള് ഇത് ഇപ്പൊ ഇങ്ങനെയാണോ, ലൈഫിൽ എന്തായാലും ഒരു ചേഞ്ച് വരും, പക്ഷെ അതൊരു വലിയ ചേഞ്ച് ആക്കാൻ ഞങ്ങൾ എന്തായാലും സമ്മതിക്കില്ല. അതെ, ഇത് എന്തായാലും എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു മാറ്റത്തിന്റെ ബേസിൽ എങ്ങനെയായാലും റെസ്പോൺസിബിലിറ്റികൾ മാറുമല്ലോ. അപ്പൊ ആ മാറ്റത്തിന്റെ ഒരു വ്യത്യാസം ഉണ്ടാവും. പക്ഷെ എനിക്ക് എന്റെ ജോലിയാണ്, എന്റെ പ്രൊഫഷനാണ്, അത് മാത്രല്ല അതാ കരഞ്ഞോണ്ടിരിക്കുക. അതെ അതെ, അത് മാത്രല്ല ഞങ്ങൾ എപ്പോഴും ഒന്നിച്ച് നിൽക്കുന്നതാണ്. അപ്പൊ എപ്പോഴും അതുപോലെ തന്നെ നിൽക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് എന്തായാലും ഞങ്ങൾ പോയിരിക്കും. അല്ല, നമ്മൾ എന്താ അറിയോ, നമ്മൾ മെയിൻ ആയിട്ട് ഈ ചാനൽ തുടങ്ങാൻ തന്നെ കാരണം എന്ന് പറഞ്ഞാല് ഞാൻ പെട്ടെന്ന് ഇമോഷണൽ ആവുക, എനിക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, എന്ത് ചെയ്യാൻ എനിക്ക് അറിഞ്ഞു. പക്ഷെ എപ്പോഴും പറയുന്ന ഒരു കോമഡി എന്താ അറിയോ, 5 കല്യാണം കഴിഞ്ഞിട്ട് കരഞ്ഞിട്ട് എല്ലാരോടും ബായ് എന്ന് പറഞ്ഞിട്ട് പോവും. അപ്പൊ ഇവര് ശരി 5 ബായ് എന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഞങ്ങളുണ്ട്, ഇനി അടുത്ത ഞങ്ങളും കാര്യം പിറ്റേ ദിവസം റിസപ്ഷൻ ആണ്. അപ്പൊ ഇവർക്ക് ഒന്നെങ്കിൽ അന്ന് തന്നെ വരുന്നതൊക്കെയാണ് സുഖമായിട്ടുണ്ടാവുക. അപ്പൊ പിറ്റേ ദിവസം റിസപ്ഷൻ ഇവരും വേണമല്ലോ. അപ്പൊ നേരെ ഞാൻ ഇന്നെ തിരിച്ച് ഇവര് കാറിലേക്ക് ഉണ്ടാക്കുന്നു, അടുത്ത കാറിൽ ഇവരും വരുന്നു. അതാണ് പൊതുവെ നടക്കാൻ പോണത്. നമുക്ക് ആ ഒരു ചേഞ്ച് വരുന്ന പറഞ്ഞാല് സങ്കടമുള്ള കാര്യമാണ് തുടക്കത്തില്. അതെ, പിന്നെ ഈ കൂട്ടത്തില് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫസ്റ്റ് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് ഞാൻ വഴിയാണ്. കാര്യം വേറെ മുന്നേ നമുക്ക് അറിയെങ്കിൽ അത് എങ്ങനെയായിരിക്കും ഏതായിരിക്കും എന്നൊക്കെ ഒരു ധാരണ ഉണ്ട്. പിന്നെ ഇത് കുറച്ചൊരു സ്ഥലത്തിന്റെ വ്യത്യാസം ഉള്ളതുകൊണ്ട് ഇപ്പൊ കോഴിക്കോട് തന്നെയാണെങ്കിൽ എത്ര പ്രശ്നം വരും. കോഴിക്കോട് തന്നെയാണെങ്കിൽ ഒരു പ്രശ്നം വരാനില്ല, ഞങ്ങൾ എല്ലാവരും വീട്ടിലുണ്ടാവും എന്തായാലും, അത് ഉറപ്പാണ്. അതെ, പക്ഷെ അമലേട്ടൻ അവിടെ ആയി പോയതുകൊണ്ട് എനിക്ക് അവിടെ പോയല്ലേ പറ്റുള്ളൂ. അവിടെ മാത്രല്ല, നമ്മളിപ്പോ കണ്ണൂര് എന്ന് പറയുമ്പോൾ നമുക്ക് കോഴിക്കോട് കണ്ണൂർ അടുത്തടുത്താണ്. പക്ഷെ കണ്ണൂരിൽ നിന്ന് കുറച്ചധികം ദൂരം ഉണ്ട്. കണ്ണൂരിന് പിന്നെയും പോണം തളിപ്പറമ്പേക്ക്. അപ്പൊ അതിന്റെ ഒരു ഇതുണ്ട്. പക്ഷെ എന്ന് കഴിഞ്ഞാലും ഒക്കെ ഇതേപോലെ തന്നെ ഉണ്ടാവും. ഇതേപോലെ തന്നെ എല്ലാം ഉണ്ടാവും. എല്ലാം നല്ല സന്തോഷായി, എല്ലാം നല്ല രീതിയിൽ നടക്കും. വിതുമ്പോള്ള സമയം ഇത് ജസ്റ്റ് പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്കാണ് ഷാമി പറഞ്ഞ പോലെ ഒരു കണ്ണിലല്ല 4 ഭാഗത്തു കൂടെ കണ്ണുനീര് വന്നത്. എന്നിട്ട് ഞാൻ ഇപ്പൊ പണ്ടത്തെ അത്ര കരയില്ലാന്ന്. പക്ഷേ ശരിക്കും കരഞ്ഞു തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാല് ഈ വിതുമ്പലൊക്കെ വന്നു. അത് ഞാൻ പറഞ്ഞു കൊടുക്കാം, ഇവളെന്താ പറയുന്നറിയോ, ഇല്ലല്ല ഞാൻ പണ്ടത്തെ അത്ര ഇമോഷണൽ അല്ല. ഒരു കണ്ണ് തന്നെ 3-4 കണ്ണീര് ഇതിലൂടെ ഒക്കെ വെച്ചിട്ട് പറയാം ഞാൻ പണ്ടത്തെ അത്ര ഇമോഷണൽ അല്ലാതെ ജസ്റ്റ് പറഞ്ഞിട്ടുള്ളൂ. പറച്ചിലാണ് ഇപ്പൊ ഇത് കണ്ടത്. ഇനി പ്രവർത്തിയിലേക്ക് വരുന്ന സമയത്ത് എന്താവുന്നൊന്നും അറിയില്ല. ഞാൻ മൊത്തം കരച്ചിലേക്ക് അപ്പൊ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ അഞ്ചിന്റെ കല്യാണം 28-ാം തീയതിയാണ്. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ എല്ലാം കഴിയാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക, എല്ലാവരും അനുഗ്രഹിക്കുക. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് എങ്ങനെയാണ് ഒരു കല്യാണത്തിന്റെ പ്രിപ്പറേഷൻ, എങ്ങനെയാണ് ഒരു കല്യാണം കഴിയുന്നത് എന്നുള്ളതിന്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രിപ്പറേഷൻസ് ആയിരിക്കും ഗൈസ് നമ്മൾ വ്ളോഗായിട്ട് വരുന്നുണ്ടാവുക. അപ്പൊ എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കാം. നിങ്ങളും ഞങ്ങളെ കൂടെ ആ പ്രിപ്പറേഷൻസിൽ ഇങ്ങനെ കൂടുക. ഈ കല്യാണം ജേണിയിൽ ഞങ്ങളെ കൂട്ടത്തിൽ അങ്ങോട്ട് വരിക. എന്നിട്ട് എല്ലാവർക്കും കൂടെ അടിച്ച് പൊളിക്കാം. ഞങ്ങൾ എന്തായാലും നല്ല അടിച്ച് പൊളിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. ഫസ്റ്റ് കല്യാണം അല്ലേ, അപ്പൊ ഞങ്ങൾക്ക് അത് അങ്ങനെ തന്നെ സ്പെഷ്യൽ ആയിരിക്കണം. അതെ, അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ കാണാം.